താങ്കൾ ഒരു ഹൈന്ദവ ആത്മീയ നേതാവെന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തി? ഇല്ല, ഞാൻ ഹൈന്ദവ നേതാവല്ല. അല്ല. ഞാൻ ഹിന്ദുവേ അല്ല. ഹിന്ദു? ഹിന്ദു. പിന്നെ ആരാണ്? ഞാനൊരു സനാതനിയാണ്. ഹിന്ദു അവിടെയും പ്രശ്നമാണ്. ഹിന്ദു എന്ന് പറയുന്ന പദം പോലും തെറ്റാണ്. നമ്മൾ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാരതത്തിൽ സായിക്ക് പകരം ഹാ ഉപയോഗിച്ചത് കൊണ്ടാണ് ഹിന്ദു എന്ന് പറഞ്ഞ പദം വന്നത്. അതിനുശേഷം അതൊരു കൾച്ചറായി മാറി, അത് ഒരു റിലീജിയനായിട്ട് ചുരുങ്ങി. നമ്മൾ സനാതന ധർമ്മ പ്രചാരകർ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഭാരതീയർ. നമുക്ക് മതമില്ല. മതം എന്ന് പറയുന്നത് അത് എന്റെ മതം നിന്റെ മതം എന്നല്ല. മതം എന്ന് പറയുന്ന വേർഡ് തന്നെ തെറ്റാണ്. മതം എന്ന് പറഞ്ഞ അഭിപ്രായമാണ്. ശങ്കരന്റെ അഭിപ്രായമല്ല ശങ്കുണ്ണിയുടെ അഭിപ്രായം, ശങ്കുണ്ണിയുടെ അഭിപ്രായമല്ല സുലൈമാന്റെ അഭിപ്രായം, താങ്കളുടെ രാഷ്ട്രീയം അല്ല സാമുവലിന്റെ അഭിപ്രായം. എന്റെ രാഷ്ട്രീയം രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് മാത്രമാണ് എന്റെ രാഷ്ട്രീയം. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, താങ്കൾ ഇപ്പം രാമനെ ആരാധിക്കരുതെന്ന് പറയുന്നു. പക്ഷെ രാമനെ ആരാധിക്കുന്ന ഒരു വിഭാഗം, പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലെ BJP രാമനെ വെച്ച് ക്യാമ്പയിൻ ചെയ്തു. അത് മനസ്സിലാകാത്ത കാര്യം, താങ്കൾ അങ്ങനെ രാമനെ ആരാധിക്കരുത് എന്ന് പറയുമ്പോൾ ആരെ ആരാധിക്കണം എന്നാണ് താങ്കളുടെ നിലപാട്? ആരാധിക്കപ്പെടാൻ അവകാശി അർഹൻ എന്ന് പറയുന്നത് മേളത്തെ ഒരൊറ്റ ശക്തിയാണ്. അതിന് രൂപമില്ല, ഒന്നാമത്തെ സാധനം. പിന്നെ നമ്മൾ കല്ലിലും കടലാസിലും ഉള്ളിലെ ഈശ്വരനെ തല്ലിക്കൊന്നിട്ട് കല്ലിലും കടലാസിലും ഈശ്വരനെ തേടി പോകുന്നതാണ് ഈ ഒരു ഹിന്ദു മതം എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ബിസിനസ് സിസ്റ്റം. നമ്മൾ യഥാർത്ഥത്തിൽ ഈശ്വരനെ കാണേണ്ട ഇവിടെയാണ്, ആ ഓരോ മനുഷ്യന്റെ ശരീരത്തിലാണ്, ഉള്ളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. പിന്നെ ഈ രാമൻ എന്ന് പറയുന്നതിനെ ഞാൻ രാമനോ എതിരല്ല. പക്ഷെ നവമിയിൽ ജനിച്ച രാമനെ ആരാധിക്കാൻ പാടില്ലെന്ന് താന്ത്രിക വിധി പ്രകാരം കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു കൊടുത്തതാണ്. ഇവിടുത്തെ BJP-ക്കാരുടെ അടുത്ത് ഞാൻ പലയിടത്തും പറഞ്ഞു കൊടുത്തു. അവർക്ക് പിന്നെ ശത്രു പുറത്തുനിന്ന് ആക്രമിക്കുമ്പോൾ അഹങ്കാരം ഉള്ളിൽ നിന്ന് ആക്രമിക്കും. സ്വയം നശിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരിലൂടെ ഒരു ജനതയും കൂടെ നശിക്കുകയാണ്. ഇപ്പൊ രാമനെ സംബന്ധിച്ചിടത്തോളം രാമായണം എന്താണ് പഠിപ്പിക്കുന്നത്? ഒരു മനുഷ്യന്റെ സഹനശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ദേവനാണ്, അതായത് ദേവന്മാര് പോലും ഭൂമിയിൽ വന്നിരിക്കുന്നത് ഒരൊറ്റ റീസണിനാണ്, ശാപമോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട്. ശാപമോക്ഷം ഉണ്ടായ അല്ലെങ്കിൽ ശാപജന്മമാണ് രാമനെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ശാപം കിട്ടിയ ജന്മമാണ്. ആ ശാപമോക്ഷം കിട്ടാൻ വേണ്ടി വന്ന രാമനെ ആരാധിക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ നരേന്ദ്രമോദിജിയും സുരേന്ദ്രനും ഒരു വേദിയിലിരിക്കുന്നു. സുരേന്ദ്രന് ഭയങ്കര ആൾക്കാർ ജയ് വിളിക്കുന്നു. മോദി വരുന്നു, മോദിയെ മൈൻഡ് ചെയ്യുന്നില്ല. സുരേന്ദ്രന് ഭയങ്കര ജയ് വിളിക്കുന്നു. ആൾക്കാരെല്ലാം അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നു. മോദി എന്ത് ചെയ്യും? മോദിക്ക് ദേഷ്യം വരുമോ അതോ മോദിക്ക് സന്തോഷം വരുമോ? ദേഷ്യം വരും. അതുപോലെ ഈ രാമനെ വിട്ട ഒരു ശക്തി മേളിലുണ്ട്. ഇപ്പം ഹിന്ദു സനാതന സംസ്കൃതി ഇപ്പൊ ദേവിയാണ് ഇതാണെങ്കിൽ, ആദിപരാശക്തിയാണെങ്കിൽ, അങ്ങനെയാണ് വിശ്വസിക്കുകയാണെങ്കിൽ ആ ആദിപരാശക്തിയെ ഉൾക്കൊള്ളാതെ ഈ രാമനെ ഈ ശാപജന്മമായ രാമനെ ആരാധിച്ചു കഴിഞ്ഞാൽ ദേവിയെ കോപം കിട്ടുമോ? പക്ഷെ താങ്കൾ പറഞ്ഞ രാമനെ മാത്രമല്ല, മേളിലുള്ള ആൾ. അങ്ങനെയാണെങ്കിൽ ശിവനായിക്കോട്ടെ അല്ലെങ്കിൽ കൃഷ്ണൻ, മറ്റു ദേവികൾ, അങ്ങനെ നിരവധി കോടാനുകൂടി ദൈവങ്ങളുണ്ടല്ലോ. 33 കോടി അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരാരെ ആരാധിക്കരുതെന്നാണ് പറയണേ? അങ്ങനെയല്ല, അതിനൊരു രസമുണ്ട്. അതായത് നമ്മുടെ ശരീരം എന്ന് പറയുന്ന സാധനത്തിന്റെ ഓരോ അവസ്ഥകളുണ്ട്. അതായത് നമ്മുടെ ഉള്ളിലെ ഇപ്പൊ ക്രോധ രൂപമാണ് കാളി, നമ്മുടെ മോസ്റ്റ് ഇന്റലിജന്റ് വേർഷനാണ് കൃഷ്ണൻ. അതുപോലെ തന്നെ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ വേർഷനാണ് രാമൻ. അതുപോലെ തന്നെ നമ്മളുടെ കർഷകനാണ് ഹൽരാമൻ. നമ്മളിലുള്ള ജ്ഞാനിയാണ് പരശുരാമൻ. അതുപോലെ തന്നെ നമ്മുടെ ക്രിയേറ്റീവ് സൈഡാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മാവെന്ന് പറയുന്നത്. അതുപോലെ ഓരോ ദൈവങ്ങളും നമ്മുടെ ഓരോ ഭാവങ്ങളാണ്. അതായത് ഭാവങ്ങൾ നമ്മുടെ ഓരോ ശരീരത്തിലെ അവസ്ഥകളെ രൂപങ്ങളാക്കി, അതിനെ വിഗ്രഹങ്ങളാക്കി, അതിന് മന്ത്രം കൊടുത്ത് അതിനെ വേറെ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ് ഈ ഹിന്ദുസത്തിലൂടെ നമ്മൾ ഇന്ന് കാണുന്നത്. ഇതിനെപ്പറ്റി പറയാൻ തുടങ്ങിയത് ഇവിടെ ഒന്നും, ഇതൊക്കെ ഹൈ സ്പിരിച്വൽ സയൻസ് ആണിത്. ഇത് പ്രത്യേകിച്ച് ഋഷിമാരുടെ സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഋഷിമാരുടെ ഉപമകളെ ഉപജീവനമാക്കിയതാണ് പണ്ഡിത മതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പണ്ഡിത മതം എപ്പോഴും മതം ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നത്. മനുഷ്യനൊരിക്കലും എൻലൈറ്റൻഡ് ആവാൻ ഇവർ അനുവദിക്കില്ല. ഏത് മതമാണ് മനുഷ്യനെ ഫ്രീഡം കൊടുക്കുന്നത്? ഒരർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ ജയില് തന്നെയല്ലേ.